നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം ഇനി VD സതീശൻ നയിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പദം ദൈവിക നിയോഗമെന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതോടെ തൃശൂർ DCC ആസ്ഥാനത്ത് ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനമെന്ന കോൺഗ്രസ് നേതാക്കൾ. ചാവക്കാട് തൊട്ടാപ്പ് ബദർപള്ളിക്ക് സമീപം കടലിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൊട്ടാപ്പ് സ്വദേശി ഇജാസാണ് മരിച്ചത്. ചാലക്കുടി പാലം അടച്ചിട്ടു നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. അറ്റകുറ്റപ്പണികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫല പ്രഖ്യാപനം ഈ മാസം 26 മാറ്റി. വിശദാംശങ്ങളിലേക്ക്. VD സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ AICC വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് നടന്ന ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പദം ദൈവിക നിയോഗമെന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ്. എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും മന്ത്രിമാരെ തീരുമാനിക്കുക. എല്ലാവർക്കും നന്ദിയെന്നും സതീശൻ പറഞ്ഞു. ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിനെ വിയോജിപ്പ് അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണനയെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മലയാള മാസം 1-ാം തീയതിയായതിനാൽ ദർശനത്തിനായി രമേശ് ചെന്നിത്തല വൈകിട്ട് ഗുരുവായൂരിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരള രാഷ്ട്രീയം പുതിയൊരു ദിശയിലേക്ക് കൈചൂണ്ടി നിൽക്കുമ്പോഴാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമേറുന്നത്. പൂവിരിച്ച പാതയല്ല മുന്നിലുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളാൽ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് മറികടക്കുകയാണ് VD സതീശന് മുന്നിലുള്ള ദൗത്യം. കാലം പരുവപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. കോൺഗ്രസിന്റെ ജനാധിപത്യ അടിത്തറയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്താണ് സതീശൻ വളർന്നത്. പാർട്ടിയുടെ മൂല്യങ്ങളിൽ എന്നും അടിയുറച്ചു തന്നെ നിന്നു. പക്ഷേ അപ്പോഴും സ്വന്തമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളിലെ പാറ പോലെ ഉറച്ച നിലപാടുകളിൽ ഒരിക്കലും പായൽ പുരണ്ടിട്ടില്ല. സാമ്പത്തിക തത്വശാസ്ത്രങ്ങളിലെ ആഴത്തിലുള്ള അറിവ് സതീശനിലെ രാഷ്ട്രീയക്കാരനെ വേറിട്ട് നിർത്തുന്നു. നിയമസഭയിലെ പ്രസംഗങ്ങൾ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഒരു വാക്ക് യാത്രയാണ്. സഭാ ചട്ടങ്ങളും റൂളുകളും സംബന്ധിച്ച് ഈ നിയമസഭാ സാമാജികനുള്ള അറിവിന് ആഴവും പരപ്പുമേറെ. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി ജനനം. നെട്ടൂർ SV-UP സ്കൂൾ, പനങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം. തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരുന്നു. KSUവിന്റെ സർഗ സമരപാതകളിൽ സതീശൻ നിറസാന്നിധ്യമായി. തേവര കോളേജിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി വിജയിച്ചു. പിന്നീട് MG, കേരള യൂണിവേഴ്സിറ്റികളിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986-87 MG സർവകലാശാല യൂണിയൻ ചെയർമാനായി. NSU ദേശീയ സെക്രട്ടറിയായും തിളങ്ങി. യുവജന സംഘടനാ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് 1996 ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് നിയോഗിക്കപ്പെടുന്നത്. തുടർച്ചയായി 2 വട്ടം ജയിച്ച CPIയുടെ P രാജുവിനോട് 1216 വോട്ടുകൾക്ക് തോൽവി. പരാജയപ്പെട്ടിട്ടും ജനങ്ങളെ പിരിയാതെ ആ യുവ നേതാവ് മണ്ഡല മനസ്സിനോട് ചേർന്നു നിന്നു. ആ കരുതലിനെ പറവൂരുകാർ കൈവിട്ടില്ല.
2001 പി രാജുവിനെ തന്നെ 7434 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സതീശൻ ആദ്യമായി നിയമസഭയുടെ പടി കയറി. പിന്നീടൊരിക്കലും പറവൂർ VDയെയും VD പറവൂരിനെയും കൈവിട്ടിട്ടില്ല. 2001 മുതൽ കേരളീയ പൊതുസമൂഹത്തിൽ സ്വന്തമായൊരിടം VD സതീശൻ കാത്തുസൂക്ഷിച്ചു. ലോട്ടറി വിവാദത്തിൽ നടത്തിയ ഇടപെടലോടെയാണ് VD സതീശൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കുമായി VD നേർക്കുനേർ കൊമ്പുകോർത്തു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ആ ആശയ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളീയ പൊതുരംഗത്ത് സതീശൻ നിറഞ്ഞു നിന്നു. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും VD സതീശൻ പൊതുപ്രവർത്തകർക്കുള്ള പാഠപുസ്തകമാണ്. 2.5 പതിറ്റാണ്ടായി പറവൂരിന്റെ സുഖദുഃഖങ്ങളിൽ ഈ ജനകീയ MLA ഉണ്ട്. പ്രളയം വിഴുങ്ങിയ നാടിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു പറവൂരുകാരുടെ സ്വന്തം VD. സർക്കാർ സംവിധാനങ്ങളുടെ ചുവപ്പുനാടകൾ അഴിയാൻ കാലതാമസമുണ്ടായപ്പോൾ ഒട്ടേറെ സുമനസ്സുകളുടെ സഹായത്തോടെ സതീശൻ അതിജീവന തോണിയുടെ അമരം നിയന്ത്രിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ പുനർജനിയുടെ വഴിവിളക്കുമായി മുന്നേ നടക്കുകയായിരുന്നു ഈ ജനപ്രതിനിധി. ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം VD സതീശനെ തേടിയെത്തുമ്പോൾ കാലവും ചരിത്രവും സാക്ഷി. ന്യൂസ് ഡെസ്ക് DCV. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത്. MLA-മാരുടെ പിന്തുണ മാത്രം പരിഗണിക്കാതെ കേരളത്തിൽ ഉയർന്ന ജനവികാരവും ഘടകകക്ഷികളുടെ നിലപാടും കണക്കിലെടുത്താണ് അവസാന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. VD സതീശനിലേക്ക് തീരുമാനമെത്തിയതോടെ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ദൗത്യം. ആദ്യം KCയെ വസതിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ കാര്യങ്ങൾ നേരിട്ടറിയിച്ചു. രമേശ് ചെന്നിത്തലയുമായി ഫോണിലും സംസാരിച്ചു. തുടർന്ന് AICC ഔദ്യോഗികമായി വാർത്താസമ്മേളനം വിളിച്ച് ആ സുപ്രധാന പ്രഖ്യാപനം നടത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 3-ാം ദിവസം തുടങ്ങിയ മാരത്തോൺ ചർച്ചകൾക്ക് ഇതോടെ വിരാമം. ആദ്യം AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന നടപടികൾക്ക് തുടക്കമിട്ടത്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടും അഭിപ്രായങ്ങൾ തേടി. 9-ാം തീയതി 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. ഇതിനിടയിൽ കേരളത്തിൽ ഫ്ലക്സ് യുദ്ധം മുറുകി. സതീശിനു വേണ്ടി തെരുവിൽ പ്രകടനങ്ങൾ നടന്നു. സമൂഹ മാധ്യമങ്ങളിലും പോർവിളിയായി. മുൻ KPCC അധ്യക്ഷന്മാരെയും നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുമായും ഘടകകക്ഷി നേതാക്കളുമായും സംസാരിച്ചു. ഒടുവിൽ 13-ന് വൈകിട്ട് രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ചയിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക തീരുമാനമുണ്ടായത്. ന്യൂസ് ഡെസ്ക് DCV. മുഖ്യമന്ത്രിയിൽ തീരുമാനമായതോടെ KSRTCയിലെ സൗജന്യ യാത്രയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് UDF ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. ചരിത്ര വിജയം നേടി UDF അധികാരത്തിലുമെത്തി. മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയും ചെയ്യും. പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ KSRTC ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായം നിർത്തിവെച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് യാത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തി തുടങ്ങിയത്. എന്നാൽ ഇതിലെ അശാസ്ത്രീയതയും മറ്റും ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെ 2-ാം നാൾ തന്നെ കണക്കെടുപ്പ് അവസാനിപ്പിച്ചു. സൗജന്യ യാത്ര ആകുന്നതോടെ ഇനി മുതൽ കൂടുതൽ സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ AC, സൂപ്പർ ക്ലാസ് സർവീസുകളിൽ ഉൾപ്പെടെയാണോ സൗജന്യ യാത്ര എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അടക്കം വ്യക്തതയും തീരുമാനവും വരേണ്ടതുണ്ട്. അതിനാൽ നിലവിൽ വരുന്ന മന്ത്രിസഭായോഗ തീരുമാനങ്ങൾക്ക് ശേഷം മതി ഇത് സംബന്ധിച്ച നടപടികളെന്നാണ് KSRTCയുടെ നിലപാട്. DCV, തൃശൂർ. VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തും ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനമെന്ന കോൺഗ്രസ് നേതാക്കൾ. ഏതാനും ദിവസത്തെ കാത്തിരിപ്പ് വേണ്ടിവന്നെങ്കിലും ഒടുവിൽ ആഹ്ലാദം. DCC ആസ്ഥാനത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തും ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ജനകീയ നേതാവ്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും കേരള ജനത ആഗ്രഹിച്ച ഒരു തീരുമാനമാണത്. കഴിഞ്ഞ 5 വർഷക്കാലം UDF മുന്നണിയെയും കോൺഗ്രസിനെയും സജീവമാക്കി നിർത്തി ജനപിന്തുണ ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ പ്രകാരം 100+ എന്ന സീറ്റിലേക്ക് UDF സംവിധാനത്തെ ഉയർത്തിയത്. അല്പം നേരത്തെ ആകാമായിരുന്നു തീരുമാനം അല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇലക്ഷൻ കഴിഞ്ഞ വഴിക്ക് തന്നെ ഇതിലൊരു തീരുമാനം എടുക്കായിരുന്നു. അത് തീരുമാനം എടുക്കാത്തതിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിലും പാർട്ടി പ്രവർത്തകർക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി, ആദ്യമായിട്ടാണ് കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത്. അതിൽ VD സതീശന് വലിയ വിജയമാണ്. അദ്ദേഹം വന്നതിൽ കേരളത്തിലെ UDFകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്.
ജനങ്ങളുടെ ഒരു തീരുമാനം പ്രകാരം ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിൽ അങ്ങനെയൊന്നും ഒരു പതിവില്ലാത്തതാണ്. ഇനി കെ വി ദാസൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, വി ഡി സതീശനുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എങ്ങനെ പറയാം? അത് നല്ല ബന്ധം തന്നെയാണ്, അതിന് യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ആളുകൾ വരെ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തിലാണ് എന്നറിയാം. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടി. നല്ല കേരളത്തിന് വേണ്ടി നിലപാടുള്ള രാജകുമാരനാണ് ഇന്ന് മുതൽ കേരളത്തിന് മുഖ്യമന്ത്രി. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്. ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു വി ഡി സതീശനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെ രവി തനിക്കിൽ? വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കെ വി ദാസൻ പറഞ്ഞ പോലെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് കിട്ടിയത് കേരള ജനതയ്ക്ക്, നേരത്തെ നേതാക്കന്മാർ പറഞ്ഞ പോലെ ജനത ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി, നിലപാടുകളുള്ള ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു വളരെ ശക്തമായ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നിരവധി പേരുണ്ട്, എല്ലാവരിലേക്കും പോകാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് എന്തായാലും DCC ആസ്ഥാനത്ത് ആഹ്ലാദമാണ്. ഏതാനും ദിവസം കാത്തിരിപ്പ് വേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇവരെല്ലാവരും പറയുന്ന പോലെ തന്നെ ഇവർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുഖ്യമന്ത്രി തന്നെ എന്ന് തന്നെ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാലക്കുടിയിലെ കോൺഗ്രസ് നേതാക്കൾ. സൗത്ത് ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചും നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദം അർപ്പിച്ചും പ്രവർത്തകർക്കൊപ്പം അവർ ആഹ്ലാദം പങ്കുവച്ചു. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, ചാലക്കുടി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു ആലപ്പൻ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, അനീഷ് പാലയൂർ, KV സത്താർ, V മുഹമ്മദ് ഖൈസ്, PT ഷൗക്കത്ത് അലി തുടങ്ങിയവർ സന്നിധരായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. 3 പീടികയിൽ നടത്തിയ പ്രകടനത്തിന് മണി കാവുങ്ങൽ, PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, KK സക്കറിയ, PK നജ്മുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ വെള്ളറക്കാട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടി ആൽമരത്തിന് തീപിടിച്ചു. വെള്ളറക്കാട് സെന്ററിൽ പാതി മുറിച്ചുമാറ്റി നിൽക്കുന്ന ആൽമരത്തിനാണ് തീപിടിച്ചത്. വാഹനത്തിലെത്തിയ ഏതാനും പ്രവർത്തകരാണ് പടക്കം പൊട്ടിച്ചത്. ആൽമരത്തെ ചുറ്റി നിൽക്കുന്ന വേരുകളിൽ വെച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ തീപിടിക്കുകയായിരുന്നു. താഴെ മുറിച്ചിട്ടു കിടക്കുന്ന തടി കഷ്ണങ്ങളിലും തീപിടിച്ചു. കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇടവേള. Discover la Vraigote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. ചാവക്കാട് തൊട്ടാപ്പ് ബദർപള്ളിക്ക് സമീപം കടലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസ് മകൻ 14 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. തിരച്ചിലിനായി ഇറങ്ങിയവരാണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ദേശീയപാതയിൽ പുഴയ്ക്കു കുറുകെ തൃശൂർ ദിശയിലേക്ക് ചാലക്കുടി പാലം അടച്ചിട്ടു നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ബെയറിംഗ് മാറ്റുന്ന ജോലികളാണ് നടത്തുന്നത്. എറണാകുളം ദിശയിലേക്ക് വാഹനങ്ങൾ വരുന്ന പാലത്തിലൂടെയാണ് ഇരു ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. 9-ന് പാലം അടച്ചതോടെ മേഖലയിലെ ഇരുദിശകളിലേക്കും ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടുന്നതിനാൽ കുരുക്കിന് നേരിയ ആശ്വാസമായി. 28-ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പാലം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് അന്തിമമായി ഫലം വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഫലപ്രഖ്യാപനം ഈ മാസം 15-ന് തന്നെ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയത്. ഫലം പ്രഖ്യാപിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കാറുള്ളത്. പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്നാണ് ഫലം പ്രഖ്യാപിക്കുക. നമ്മുടെ കേരളം ആപ്പ് വഴി ഫലം പരിശോധിക്കാം. ഇത്തവണ സംസ്ഥാനത്ത് 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം. ഫലപ്രഖ്യാപനം ഈ മാസം 26-നായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 22-ന് പ്രഖ്യാപിക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. സോഫ്റ്റ്വെയറിലെ പ്രശ്നം മൂലം മാർക്ക് എൻട്രി ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നുവെന്നും അതിനാലാണ് ഫലപ്രഖ്യാപന തീയതി മാറ്റിയതെന്നും അധികൃതർ പറഞ്ഞു. പാവറട്ടി കൈതമുക്ക് സ്വദേശിനി മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് തപാൽ വകുപ്പ് തിരിച്ചയച്ചു. കുടുംബപരമായ തർക്കത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കൈതമുക്ക് സ്വദേശി നാലകത്ത് പള്ളത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ ഷഫ്ന അഭിഭാഷകനായ സുജിത്ത് ഐനിപ്പിള്ളി വഴി അയച്ച കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്ക് തപാൽ വകുപ്പ് തിരിച്ചയച്ചത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് കഴിഞ്ഞ ദിവസമാണ് ഷഫ്നയ്ക്ക് തിരികെ ലഭിച്ചത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാതെ സത്യപ്രതിജ്ഞ നടക്കാത്തതിനാലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ തപാൽ വകുപ്പിന്റെ നടപടി നാട്ടുകാർക്ക് കൗതുകത്തിനും വഴിവെച്ചു. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാര മേഖലയിൽ പിന്നിട്ട സാമ്പത്തിക വർഷം 2.81 കോടിയുടെ അധിക വരുമാനം. വന്യമൃഗ ഭീഷണിയും അടിസ്ഥാന സൗകര്യമില്ലായ്മയും തരണം ചെയ്താണ് ഈ നേട്ടം കൈവരിച്ചത്. 2025-26 സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നായി മൊത്തം 9,78,14,633 രൂപയുടെ വരുമാനമുണ്ടായി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം മാത്രം കാണാൻ ഈ വർഷം എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം 14.5 ലക്ഷമാണ്. 86 ലക്ഷം രൂപ സർക്കാരിന് റവന്യൂ വരുമാനമായി ലഭിച്ചു. അതിരപ്പിള്ളി, വാഴച്ചാൽ മേഖലയിലെ VSS പ്രവർത്തകരുടെ ശമ്പളം, ടൂറിസത്തിന്റെ അനുബന്ധ പ്രവർത്തന ചിലവ് എന്നിവയെല്ലാം EMF-ൽ നിന്നാണ് ചിലവിടുന്നത്. അതിരപ്പിള്ളി വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ 5 വർഷമായി സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പുതിയ പദ്ധതികളൊന്നും നടപ്പാക്കിയില്ലെങ്കിലും വിനോദസഞ്ചാരത്തിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടമാണ് കൈവരിച്ചത്. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആയിരങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നട്ടം തിരിയുമ്പോഴാണ് വരുമാനത്തിലെ വൻ വർധനയെന്നത് ശ്രദ്ധേയം. TCV ന്യൂസ്, ചാലക്കുടി. കാണാതായ ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം എറണാകുളം മരട് കായലിനരികിൽ കണ്ടെത്തി. പൂമംഗലം പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൈവിളപ്പിൽ സന്തോഷിന്റെ മകൻ 25 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. ഈ മാസം 10-ന് പാലക്കാടുള്ള സുഹൃത്തിനെ കാണാൻ അശ്വന്ത് പോയിരുന്നു. അന്നേ ദിവസം വൈകിട്ട് പാലക്കാട് നിന്നും മടങ്ങിയതായി സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ബിരുദാനന്തര ബിരുദധാരിയായ അശ്വന്ത് രചിച്ച കവിതകളുടെ സമാഹാരം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് നീക്കം ചെയ്തു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ ഈ ദൌത്യം പൂർത്തിയാക്കിയത്. ബുധനാഴ്ച രാത്രിയോടെയാണ് പള്ളിപ്പുറം സ്വദേശിയായ യുവാവിനെ ജനനേന്ദ്രിയത്തിൽ സ്പാനറും വളയവും കുടുങ്ങിയ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും കുരുങ്ങിയതുമൂലം മൂത്രം പോകാൻ കഴിയാതെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു യുവാവ്. ആശുപത്രി അധികൃതർക്ക് ഇവ മാറ്റാൻ കഴിയാത്തതിനെ തുടർന്ന് ഡോക്ടർ ഷബീൽ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു.
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM ആന്റണി അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് മുൻ ഡയറക്ടർ ജനറൽ MGA രാമൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ സിറ്റി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് PV ബേബി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് പീറ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, VV ശശികുമാർ, VJ രാമചന്ദ്രൻ, P രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചെലവഴിച്ച വ്യക്തികളാണ് എൻ്റെ മുമ്പിലും ചെയ്ത സേവനങ്ങൾ. ഗുരുവായൂർ പഴയ റൂറൽ ബാങ്ക് ബിൽഡിംഗിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാം, അഫ്സൽ, ബിബിൻ ചാക്കോ, അബിൻ ആന്റണി, റിൻജോ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് നടപ്പാക്കുന്ന വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഷെൽട്ടർ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവായ അർജുന പ്രസ് ഉടമ നീന സന്തോഷിന്റെ വീടിന് ശിലാസ്ഥാപനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അതുൽ കൃഷ്ണ, യൂണിറ്റ് ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ടൈറ്റസ് കട്ടകയം, ഫൗസിയ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കേരള സിറ്റിസൺ ഫോറവും ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ഈ മാസം 15-ന് വിവിധ സംഘടനകളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നിയുക്ത MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, KK രാമചന്ദ്രൻ, റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് എന്നിവർ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് Y ഔസേപ്പച്ചൻ, സംസ്ഥാന സെക്രട്ടറി PG മോഹനൻ, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TG അജോ എന്നിവർ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കോളേജ് മാനേജർ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ, പ്രിൻസിപ്പാൾ ഫാദർ മാർട്ടിൻ കൊളംബർത്ത, സ്റ്റാർസ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, VP ജോസഫ്, CV അജി, KD വർഗീസ്, ജോയ് തോട്ടാൻ എന്നിവരുടെ നേതൃത്വത്തിൽ 90 വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ അവരുടെ ഭവനങ്ങളിലെത്തി പൊന്നാട അണിയിച്ച് ബൊക്കയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന സ്റ്റുഡന്റ് സ്മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നീതി കൺസ്യൂമർ സ്റ്റോറിൽ ആരംഭിച്ച സ്റ്റുഡന്റ് സ്മാർട്ടിന്റെ ഉദ്ഘാടനം നിയുക്ത MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, നഗരസഭാ കൌൺസിലർ S രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാഞ്ഞാൾ ചിറങ്കോണത്ത് ബുള്ളറ്റ് ടിപ്പറിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചേലക്കര തോണൂർക്കര വട്ടുള്ളി സ്വദേശികളായ ജിതിൻ, ബെസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടിപ്പർ ലോറി സമീപത്തുള്ള പറമ്പിൽ നിന്നും പുറകിലുള്ള റോഡിലേക്ക് എടുക്കുന്നതിനിടെ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് ടിപ്പറിലിടിക്കുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഭാവി കേരളത്തിന്റെ സാംസ്കാരിക വികസനത്തിലും മൗലികതയിലും ഊന്നി നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളും ചരിത്രം സൃഷ്ടിച്ച വർഷങ്ങളാണ് ഈ കാലയളവിൽ കടന്നുപോയതെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി. സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോഴും അക്കാദമിയുടെ അടിസ്ഥാന ഘടനയും കെട്ടുറപ്പിലും കൃത്യമായ നടപടിക്രമം കൊണ്ടുവരുന്നതിലും ഭരണപരമായ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുവെന്നും കരിവെള്ളൂർ മുരളി പറഞ്ഞു. എറണാകുളത്ത് നടന്ന ഗോൾഡൻ അബാക്കസിന്റെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ മായന്നൂർ VLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മിന്നും വിജയം കരസ്ഥമാക്കി. സബ് ജൂനിയർ കാറ്റഗറിയിൽ അദ്വിത ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. ജൂനിയർ കാറ്റഗറിയിൽ ദേവനന്ദ ഫസ്റ്റ് റാങ്കും സനോജ് കൃഷ്ണ സെക്കൻഡ് റാങ്കും ജോയ്ന ബിനു ഫോർത്ത് റാങ്കും കരസ്ഥമാക്കി. മായന്നൂർ BS അക്കാദമിയിലെ വിദ്യാർത്ഥികളായ അഭിനവ് കൃഷ്ണ, അഭയ് കൃഷ്ണ എന്നിവർ ലെവൽ കാറ്റഗറിയിൽ ഫോർത്ത് റാങ്കും കരസ്ഥമാക്കി.
കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പലിന്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തുരുത്തി കൊല്ലാറ സെന്ററിന് കിഴക്ക് ഏങ്ങൂർ വിനയാവതി ടീച്ചറുടെ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, മേഖലാ സെക്രട്ടറി ബാബു പണിക്കവീട്ടിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, മേഖലാ ട്രഷറർ കെ വി പ്രസാദ്, രാജേഷ് അറക്കപ്പറമ്പിൽ, മുൻ വാർഡ് മെമ്പർ സജീഷ് സത്യൻ, ടി എൻ അജയകുമാർ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗായകൻ പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷന്റെ 1ാം വാർഷികവും സ്മൃതി പുരസ്കാര സമർപ്പണവും ശനിയാഴ്ച വൈകിട്ട് 4:30 തൃപ്രയാർ സൗത്ത് SNDP LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ ചെയർമാൻ മധുശക്തിധര പണിക്കർ അധ്യക്ഷത വഹിക്കും. ഈ വർഷത്തെ പി ജയചന്ദ്രൻ സ്മൃതി പുരസ്കാരം ഗായകൻ കല്ലറ ഗോപന് സമ്മാനിക്കും. സതീശൻ വലപ്പാട്, ഷൈജൻ ശ്രീവത്സം, സജന ഇനാസ്, ജയചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ വെട്ടം പദ്ധതിക്ക് തുടക്കമായി. പൊതു ഇടങ്ങളിൽ ഇരുട്ടകറ്റി കൂടുതൽ വെളിച്ചം കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. വാർഡിലെ എല്ലാ റോഡുകളിലും സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പദ്ധതിയുടെ ഭാഗമായി LED ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. 5 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തീകരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് അംഗം സുമയ ഷിനിമോൻ അധ്യക്ഷയായി. KC അബ്ദുള്ള, കബീർ പാവറട്ടി, ഷിനിമോൻ തറയിൽ, ഹംസ പാവറട്ടി, മുഹമ്മദ് ഉണ്ണി പൂച്ചേരി, ഉണ്ണി പാവറട്ടി എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന ഐക്യദാർഢ്യ കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകരയിൽ നടന്ന പരിപാടിയിൽ TD സുനിൽ അധ്യക്ഷത വഹിച്ചു. KS പ്രമോദ്, KS സദാനന്ദൻ, NB ജയ, BR സന്തോഷ്, RA അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല ബാലവേദി കുട്ടികൾക്കായി വായനാക്കളരി സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ സ്കൂൾ അധ്യാപിക ബീന സതീശൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല കമ്മിറ്റി അംഗം V കുമാരി, ബാലവേദി കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആൻ മരിയ ഡേജു, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 143 വർഷം പാരമ്പര്യമുള്ള തൃശൂരിലെ CMS സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിയുക്ത MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ സ്കൂളിലെ പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും. ഒപ്പം വിദ്യാർത്ഥികളുടെ ഗാനമേള, മാജിക് എന്നിവയും അരങ്ങേറും. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, OD സുധീർ, ജയരാജൻ M, V രമേശ് കുറുപ്പത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കവി മുല്ലനേഴിയുടെ 78ാം ജന്മദിനം വെള്ളി, ശനി ദിവസങ്ങളിൽ അവനിശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആചരിക്കും. നടൻ ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. കവി രാവുണ്ണി അധ്യക്ഷത വഹിക്കും. ഒപ്പം ബെൻസി നക്ഷത്രയുടെ കവിതാ സമാഹാരം ചുവന്ന മഴയിലെ പ്രണയം വേദിയിൽ പ്രകാശനം ചെയ്യും. ഫെമിനിച്ചി ഫാത്തിമ സിനിമാ പ്രദർശനവും നടക്കും. കവി മുല്ലനേഴിയുടെ ജന്മദിനമായ 16-ന് ചേർപ്പ് സാധകം സംഗീതാലയം മുല്ലനേഴി കവിതകളുടെ അവതരണവും നടക്കും. രാവുണ്ണിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം കാവ്യ ജീവിതത്തിലെ വഴികാട്ടിയായ മുല്ലനേഴിയുടെ സ്മരണയ്ക്ക് സമർപ്പിച്ച് പ്രകാശനം ചെയ്യും. ഡോക്ടർ C രാവുണ്ണി, പ്രിയനന്ദൻ, ചാക്കോടി അന്തിക്കാട്, ജയൻ കോമേഡ്, പ്രിൻസൺ അവിനിശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ പക്വാഡ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുട്ടികളിലെ വളർച്ചാ നിരീക്ഷണം, കുട്ടികളിലെ വികസന പോരായ്മകൾ കണ്ടെത്തൽ എന്നിവയായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. കയ്പമംഗലം പ്രിയദർശിനി ഹാളിൽ നടന്ന ക്യാമ്പയിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ്, RSBK നഴ്സ് ആശ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലും വൈദ്യുതി തൂണിലും ഇടിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടത്തിന്റെ ആഘാതത്തിൽ റോഡരികിലെ വൈദ്യുതി തൂൺ പൂർണ്ണമായും തകർന്നു വീണു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് കേച്ചേരി മേഖലയിലെ വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായി. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുങ്കുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 9ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണയും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന മേളകലാകാരൻ തൃപ്പേക്കുളം ഉണ്ണിമാരാർ ശിവരാമൻ നായരുടെ ഛായാചിത്രത്തിനു മുന്നിൽ ദീപം തെളിയിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അരുൺ പാലാഴി, രാജു വാര്യർ, മരുത്തോമ്പിള്ളി, സജിൻ തൊട്ടിപ്പാൾ എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടകര ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രൂപ്പുകളായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ കൊടകര പഞ്ചായത്തിലെ 20 വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ആറ് പതിറ്റാണ്ടുകാലമായി ഓട്ടൻതുള്ളലിൽ അരങ്ങുവാഴുന്ന കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ 75ാം പിറന്നാൾ ശനിയാഴ്ച ആഘോഷിക്കും. പഴയന്നൂർ ജ്യോതിർമയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രക്ഷാധികാരി PK പ്രകാശൻ, പ്രോഗ്രാം കൺവീനർ കലാമണ്ഡലം വിഷ്ണു M ഗുപ്ത, സംഘാടക സമിതി സെക്രട്ടറി നെല്ലുവായ് പ്രദീപ് നമ്പീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമാവ് കരുവന്തല ഏകതാ ഗ്രാമീണ വായനശാലയിൽ കുട്ടികൾക്കായി വായനാ കളരി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല രക്ഷാധികാരി കൊച്ചുപോൾ കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. വെങ്കടൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വായനശാല സെക്രട്ടറി പ്രേംലാൽ ഡേവിഡ്, MM വാസന്തി, CS രവീന്ദ്രൻ, ലൈബ്രറിയൻ KK വസന്ത എന്നിവർ സംസാരിച്ചു. പോഷക സുരക്ഷയും വിഷരഹിത ഭക്ഷ്യോൽപാദനവും ലക്ഷ്യമിട്ട് കുന്നംകുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വീട്ടിലൊരു പയർത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനിമോൾ C, കൃഷിഭവൻ ഓഫീസർ S ജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനൂപ് കരുണാകരൻ, കൃഷി അസിസ്റ്റന്റുമാരായ സ്നേഹ വി ജോസ്, അശ്വതി ശ്രീകല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി വാണിജ്യം. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ചിയാരത്തെ പുതിയ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവളംപാടം റോഡിലെ പുതിയ IHMS ക്യാമ്പസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൗൺസിലർ പത്മിനി ഷാജി നിർവഹിച്ചു. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ കേരള റീജിയണൽ ഫെസിലിറ്റേറ്റർ KU മോഹൻ, തൃശൂർ ജില്ലാ സോയിൽ കൺസർവേറ്റീവ് ഓഫീസർ താര മനോഹരൻ, ഗരുഡ ഗ്രൂപ്പ് AGM ഫ്രാങ്കോ, കെട്ടിട ഉടമ VV ചന്ദ്രൻ, റാണി എന്നിവർ അതിഥികളായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും പ്രിൻസിപ്പലുമായ സുധാ ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് 23 വർഷത്തെ പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് കേന്ദ്ര MSME വകുപ്പിന്റെ അംഗീകാരത്തോടെ വൈഗ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഭാരതീയാർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയ 3 വർഷ BSc കേറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ക്രൂയിസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളാണ് ക്യാമ്പസിലുള്ളത്. പരിചയസമ്പന്നരായ ഷെഫുകളാണ് 70% പ്രാക്ടിക്കലോട് കൂടിയ ക്ലാസുകൾ നയിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ, കേരളത്തിന് പുറത്തുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്,
പാർട്ട് ടൈം ജോബ്, പഠനത്തിന് ശേഷം യൂറോപ്പ്, ഗൾഫ്, എയർപോർട്ട്, എയർലൈൻസ്, ക്രൂയിസ് ലൈനുകൾ, സ്റ്റാർ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ജോലി സാധ്യത എന്നിവയെല്ലാമാണ് IHMS ക്യാമ്പസിന്റെ പ്രത്യേകത. SSLC +2 യോഗ്യതയുള്ളവർക്ക് 100% പ്ലേസ്മെന്റോടുകൂടി കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് നൽകുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,880 രൂപ, പവന് 1,19,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. കേരളം ഇനി VD സതീശൻ നയിക്കും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പദം ദൈവിക നിയോഗമെന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തൃശൂർ DCC ആസ്ഥാനത്ത് ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനമെന്ന കോൺഗ്രസ് നേതാക്കൾ. ചാവക്കാട് തൊട്ടാപ്പ് ബദർ പള്ളിക്ക് സമീപം കടലിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൊട്ടാപ്പ് സ്വദേശി ഇജാസാണ് മരിച്ചത്. ചാലക്കുടി പാലം അടച്ചിട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. അറ്റകുറ്റപ്പണികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം ഈ മാസം 26 മാറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.